പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കിയിട്ട് ആർജവത്തോടുകൂടി ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ എം മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞു മുഹമ്മദിനെ കുഞ്ഞു ബഷീറിനെയും ഒക്കെ 13 ദിവസം അയാളുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ട് വീണ്ടും വന്ന് ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ? നീ ഇവിടെ കൊണ്ടുപോയിക്കോ, ഞാനിപ്പോ വരാം. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മറ്റ് 2 പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ആ പരാതികളെ സംബന്ധിച്ച് ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ രൂപത്തിലുണ്ട്. ഇനിയും പരാതികൾ വരും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ആദ്യം തന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം പ്രസാധക രംഗത്തെ കൂടെ പ്രധാനപ്പെട്ടയാളായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഷഹന അവർ പങ്കുവച്ച ശ്രദ്ധേയമായ അഭിപ്രായമുണ്ട്. അവർക്ക് പ്രതീക്ഷാ നിർഭരമായി പരിമിതികളോടുകൂടെയെങ്കിലും അല്പം ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു രാത്രി ഉറങ്ങാൻ കഴിയും. എന്ന പോലെയല്ലേ ഭാഷ നിർഗളിക്കുന്ന. ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്കും അങ്ങയ്ക്കും പ്രസാധകയ്ക്കും മറ്റ് സ്കോപ്പ് അനലിസ്റ്റുകൾക്കും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാജാത്യ വൈജാത്യങ്ങളൊക്കെ ഉണ്ടാകാം. സാജാത്യ വൈജാത്യങ്ങൾ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ 7 അയലത്ത് 70,000 അടിയിൽ ഇങ്ങനൊരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ തുടങ്ങുകയാണ്. മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ അതിനോട് മറുപടി പറയുന്നുള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു തൊട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു വാദത്തെയും കൈകൊണ്ട് തൊടാൻ ഞാൻ അർഹിക്കുന്നില്ല. നിനക്ക് എന്തിന്റെ കിറുക്കാണത്? എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തളരില്ല ഞാൻ. ഒറ്റ കാര്യമേ ഉള്ളൂ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് അങ്ങ് വിശാലമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ പഴയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധി ആർജിച്ച പർവ്വത സമാനമാം വിധം ഇപ്പോഴും പ്രസക്തിയമായ ഒരു പ്രയോഗമുണ്ട്. എങ്ങനുണ്ട് എന്റെ സാഹിത്യം എന്ന് സഹോദരനായ അബ്ദുൽ ഖാദറിനോട് ചോദിക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ ആക്കിയും ആക്കിയാതാവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈമൂബ ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബഷീർ പറയുന്ന തിരികെയുള്ള മറുപടിയുണ്ട്, എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്, നിന്റെ തലമണ്ടക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ? എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000-ഉം 5,000-ഉം ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പെർവർട്ട് സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇതിപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? എവിടുത്തെ ബെഞ്ച് മാർക്ക്? എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. 2022 വന്ന പരാതിയോ? നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാമല്ലോ. AICC ആഫീസിന്റെ വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ? പറഞ്ഞു ഞാൻ കേറുകല്ലേ, അടിത്തറ തോണ്ടാൻ വന്നിരിക്കുന്നു. എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതോ എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. കാണിക്കരുത്. ഇല്ലേട്ടോ. ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവികരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്, വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോഴും നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞിട്ടില്ല, കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അന്തസ്സുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയും ആക്കിയാതും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ. നീ ഇവിടെ കൊണ്ടുപോയിക്കോ, ഞാനിപ്പോ വരാം. എടുത്തോണ്ട് പോടാ നിന്റെ ആക്കിയോ ആക്കിയാനോ എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത
ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം. ഈ രാത്രി കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങളുടെ മെമ്പറല്ല കേട്ടോ എന്ന് പറയാൻ ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോൾ PT കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ 13 ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിയുമെന്നറിഞ്ഞപ്പോൾ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി. അത് മറക്കണ്ട. ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇത് ഞാനല്ലേ ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് MLA ആക്കി. ആ MLA ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോൾ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച CPM-നും CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ? ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ? ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കിയിട്ട് ആർജവത്തോടു കൂടി ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞു മുഹമ്മദിനെ കുഞ്ഞു ബഷീറിനെയും ഒക്കെ 13 ദിവസം അയാളുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ട് വീണ്ടും വന്ന് ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ? 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 നന്നായിട്ടുണ്ട്. AICC ഓഫീസിൽ പരാതി ചെന്നില്ലേ? AICC ഓഫീസിൽ ഒരു AICC മെമ്പറിന്റെ മുൻ MP-യുടെ പരാതി ചെന്നില്ലേ? എനിക്കറിയില്ല അങ്ങനെ ഒരു പരാതിയെ പറ്റി. ഇനി അദ്ദേഹത്തിന് AICC ഓഫീസിന്റെ മുമ്പിൽ പണ്ട് റൈസീന കുന്നിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ചായക്കടയായിരുന്നു, അവിടെ ആരെങ്കിലും പരാതിയായിട്ട് വരുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആങ്കർ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ന്യായീകരിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വയനാടിനെ മുൻനിർത്തി ഈ സർവൈവേഴ്സിനോട് പിരിച്ചു. എന്തൊരു അധമമായ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ മഹാവലിയ ദുരന്തത്തെ പാവങ്ങളെ മുൻനിർത്തി ഈ സാധാരണക്കാർ റേപ്പിസ്റ്റായ സീരിയൽ ഒഫൻഡറായ ഈ സംഘത്തലവൻ ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കയറിയിരുന്ന് മുടിവെട്ട വീണ്ടും ചൂരന്മരയിലെ പാവങ്ങളെ മുൻനിർത്തി പണം പിരിച്ച് അതിൽ നിന്ന് ലക്കി ഡ്രോ നടത്തി സമ്മാനം കൊടുത്തു. ഇവനൊക്കെ എവിടെ പോയി നിന്നിരിക്കുന്നു നമ്മൾ ചോദിക്കേണ്ടതില്ലേ? വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാണ്ടല്ലോ കുറിപ്പ ഓപ്പരം പഠിച്ചതൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചോമരുമ പറ്റിച്ചാലും. ഞങ്ങളാരും ഇതുവരെ കർണാകരനെ എടോ കർണാടക എന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങളാരും ബഹുമാനിയനായ ആന്റണിയെ എടോ ആന്റണി എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ 2025 ലൈക്കും ഷെയറും റീൽസും സ്റ്റാറ്റസും ഉൾക്കൊള്ളുന്ന ഈ മാഫിയ അടിമ സംഘത്തെ വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാമെന്ന് തെളിയിച്ച ഈ സംഘം വിളിച്ചിട്ടുണ്ട്. എടോ വിജയ, എടോ ഗോവിന്ദ, കുഞ്ഞനന്ദൻ ചത്തു ഇല്ലേ? പ്രളയ ഫണ്ട് തട്ടിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് 3 കേസ് രജിസ്റ്റർ ചെയ്തത് കളമശ്ശേരിയിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ്. അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, പലരും ഉള്ളിൽ കടന്നു. അതായത് 2018 പ്രളയം വയനാട് മാത്രമല്ല സമയത്ത് അതിൽ നിന്ന് 73 ആ ക്രൈംബ്രാഞ്ച് FIR ഉണ്ട് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പ്രളയ ഫണ്ട് തട്ടിച്ചു എന്ന കേസ്. യൂത്ത് കോൺഗ്രസിന് 30 വീടിന്റെ കാശ് യൂത്ത് കോൺഗ്രസിന് 30 വീടിന്റെ കാശ് തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. എത്ര പിരിച്ചു? 30 വീടിന്റെ പൈസ JC തോമസ് ആണ്. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. കിട്ടിയല്ലോ. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് ട്രാൻസ്പെറന്റ് ആണ്. കേരളത്തിൽ ആർക്കും പരിശോധിക്കാം. അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ലാതെ അതിന് JC തോമസിന്റെ അച്ചാരവും ഓശാനവും ഒന്നും ആവശ്യമില്ല. കേട്ടോ ഡിവൈഫൈയുടെ പൈസ എവിടെ? നിങ്ങൾക്ക് സർക്കാരിന് കൊടുത്തു എന്ന് പറയുന്നു. എത്ര കൊടുത്തു? അത് പിന്നെ ഒരു മര്യാദ വേണ്ടേ ഡിവൈഫൈ? ഒരു ചർച്ചയിൽ ഒരു സാമാന്യ പൊളിറ്റിക്കൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഫൈ. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ.
അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. PT കുഞ്ഞിമുഹമ്മദിന്റെ കേസിൽ താങ്കളോടും മര്യാദയില്ല. തർക്കം വേണ്ട. 75 ലക്ഷം രൂപ തട്ടിച്ചു എന്ന പേരിൽ താമരശ്ശേരി ഏരിയ സെക്രട്ടറി അറസ്റ്റിലായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പേരിൽ ആടിനെ വിറ്റും താലി വിറ്റും പൈസ കൊടുത്തവർ 75 ലക്ഷം രൂപ. ശരി. നമ്മുടെ വിഷയം